കഴുത എന്ന് വിളിക്കുമ്പോൾ ഉടനെ നമുക്ക് മനസ്സിൽ വരുന്ന എന്തുവാ? ബുദ്ധിയില്ല, ഒരു കാര്യത്തിന് ഒന്നിനും കൊള്ളത്തില്ല, ഒരു പ്രയോജനമില്ല, ഒരു ഉത്സാഹമില്ല, ഒരു താല്പര്യവും ഇല്ല എന്നുള്ള ഒരു ചിന്തയല്ലേ നമ്മുടെ അകത്ത് കയറി വരുന്നേ? അതോ വലിയ കഴിവുള്ളവനായോണ്ടോ എടാ കഴുതേ എന്നാണോ നമ്മൾ വിളിക്കുന്നത്? അല്ല, എടാ കഴുത എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അതിന്റെ പിന്നിൽ ഒരു ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള ഒരർത്ഥമാണ് അതിനകത്ത് വരുന്നത്. നമ്മുടെ കർത്താവ് ഒന്നിനും കൊള്ളാത്തതിനെയാണ് തനിക്ക് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്തതെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്, ഒന്നിനും കൊള്ളാത്ത നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേൻ. നീ എത്ര നികൃഷ്ട വ്യക്തിയാണെങ്കിലും, നീ എത്ര തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും എന്റെ അപ്പന് നിന്നെ ആവശ്യമുണ്ടെന്ന് ആത്മാവ് നിന്നോട് ദൂത് പറയുക. നിന്നെ കൊണ്ട് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. വെറുതെയല്ല അവൻ നിന്റെ കെട്ടഴിച്ചത്, വെറുതെയല്ല അവൻ നിന്റെ ബന്ധനം അഴിച്ചത്, വെറുതെയല്ല നിന്നെ പാരമ്പര്യത്തിൽ കുടിയിരുന്ന കുടിയിരിപ്പുകളെ പൊട്ടിച്ച് അതിനകത്തുനിന്ന് പുറത്തെടുത്തത്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാനല്ല, നിനക്കിഷ്ടമുള്ള രീതിയിൽ നടക്കാനല്ല, യേശുവിനെ നീ പ്രയോജനപ്പെടാനാ.